കഴിഞ്ഞ ദിവസം ഖത്തറിലേക്ക് ഇറാൻ മിസൈൽ അയച്ചപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന ഒരു ട്രോളാണ്, വളരെ രസകരമായിട്ടുള്ളൊരു ട്രോളാണ്. ആ ട്രോൾ ഇങ്ങനെയായിരുന്നു, അതായത് ഒന്ന് ജീവിതത്തിൽ പച്ച പിടിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോഴേക്കും ലോക നേതാക്കളെല്ലാം കൂടെ ചേർന്ന് ലോകം കത്തിക്കാനായി തുടങ്ങി എന്നുള്ളതായിരുന്നു ആ ട്രോൾ. അതിനുശേഷം ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. അങ്ങനെ നിലവിൽ വന്നപ്പോൾ പശ്ചിമേഷ്യയിൽ ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ആശ്വാസം ഇതോടുകൂടി നശിക്കുകയാണ്. കാരണം വ്ളാദിമിർ പുതിൻ ഒരു പുതിയ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഈ പ്രസ്താവന കേട്ട ലോകരാജ്യങ്ങളെല്ലാം തന്നെ മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള ഡൗൺ ആണ് ഈ പ്രസ്താവന എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. റഷ്യ ഒരു മിസൈൽ നിർമ്മാണം വേഗത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഒരു കർശനമായിട്ടുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ലോകം ആഗോള സംഘർഷത്തിന്റെ വർദ്ധിച്ചു വരുന്ന അപകട സാധ്യതയെ അഭിമുഖീകരിക്കുന്നുവെന്നാണ് പറഞ്ഞത്. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഒരു സാമ്പത്തിക ഫോറത്തിൽ സംസാരിക്കവേ പുടിൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് അസ്വസ്ഥത സൃഷ്ടിക്കുന്നു. ഞാനൊരു വിരോധാഭാസവും ഇല്ലാതെ തമാശകളില്ലാതെയാണ് സംസാരിക്കുന്നത്. തീർച്ചയായും ധാരാളം സംഘർഷ സാധ്യതകൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മുടെ മൂക്കിന് താഴെയാണ്, അത് നമ്മളെ നേരിട്ട് ബാധിക്കുന്നു എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. റഷ്യ ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ, പ്രത്യേകിച്ച് ഹേസൽ ട്രീ മിസൈൽ എന്നറിയപ്പെടുന്ന ഓർഷനിക് മിസൈൽ സംവിധാനത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പുതിയ ഓർഷനിക് മീഡിയം റേഞ്ച് മിസൈൽ സംവിധാനത്തിൻ്റെ പരമ്പര നിർമ്മാണം പുരോഗമിക്കുകയാണ്. പുടിൻ ഒരു പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. 2024 നവംബറിൽ റഷ്യ യുക്രൈനെതിരായിട്ടുള്ള ആക്രമണത്തിൽ ഡിനിപ്രോയിലെ ഒരു പ്രതിരോധ കേന്ദ്രത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചപ്പോൾ മിസൈൽ യുദ്ധ സാഹചര്യങ്ങളിൽ വളരെ നന്നായി പെർഫോം ചെയ്തു എന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും മിസൈലിൻ്റെ കഴിവുകൾ ലോകമെമ്പാടും ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. 3415 മൈൽ വരെ ദൂരപരിധിയുള്ള ഇതിന് യൂറോപ്പിലുടനീളം ലക്ഷ്യസ്ഥാനങ്ങളെ ഭേദിക്കാനായി സാധിക്കും. പടിഞ്ഞാറൻ അമേരിക്കയുടെ ചില ഭാഗങ്ങളെയും പോലും ആക്രമിക്കാൻ ഈ ഓർഷനിക് മിസൈലുകൾക്ക് കഴിയുമെന്നാണ് ഈ മിസൈലിൻ്റെ ഒരു ചരിത്രം സൂചിപ്പിക്കുന്നത്. ഓർഷനിക്കിനെ തടയുക അസാധ്യമെന്ന് പുടിൻ മുമ്പ് വിശേഷിപ്പിച്ചിരുന്നു. ഇതൊരു ആണവായുധത്തിന് തുല്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ വരുത്തുമെന്ന് വീമ്പിളക്കിയിരുന്നു. എന്നിരുന്നാലും പല സൈനിക വിശകലന വിദഗ്ധരും ആ അവകാശവാദത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം. റഷ്യയുടെ ത്വരിതപ്പെടുത്തിയ മിസൈൽ പദ്ധതി മിഡിൽ ഈസ്റ്റിലെ അസ്വസ്ഥതകൾ രൂക്ഷമാക്കുന്ന സമയത്താണ് നടക്കുന്നത്. വാരാന്ത്യത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ അമേരിക്ക ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ 6 ബങ്കർ ബസ്റ്റർ ബോംബുകൾ നിക്ഷേപിച്ചത് ടെഹ്റാനിൽ നിന്ന് ദ്രുത പ്രതികാര നടപടിക്ക് കാരണമായി. അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാറിലേക്ക് ഇവരെത്തിയിരിക്കുന്നത്. അപ്പോഴാണ് പുടിൻ്റെ പുതിയൊരു പ്രസ്താവന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.